തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അവസാനിച്ചതോടുകൂടി ഫലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് യാതൊരു വാർത്തകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ നമ്മൾ കേൾക്കുന്നില്ല. രാഹുൽ എവിടെ എന്നാണ് ഇപ്പോൾ രാഹുലിനെ ആരാധിക്കുന്ന ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രാഹുലിന്റെ പേര് പറഞ്ഞുകൊണ്ട് വി ഡി സതീശന് സൈബർ ബുള്ളിങ്ങിന് യാതൊരു കുറവുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഹർഷ മനസ്സിലാക്കണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് രാഹുൽ മാങ്കൂട്ടം വാർത്താ ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പല സോഷ്യൽ മീഡിയ സൈബർ ഹാൻഡിലുകളിലും പല ഫേസ്ബുക്ക് വാളുകളിലും കാണാനിടയായി. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും രാഹുൽ രവീന്ദ്രനും കൂടെ കുറച്ച് ദിവസമായല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ഒരു ചർച്ച എടുത്തത്. പക്ഷേ ഇന്നലെ ആ വീഡിയോ ഇട്ടു. പക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ വേട്ടയാടുന്നത് അല്ലെങ്കിൽ പരിഹസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഗതി വരാൻ കാരണം എന്ന് പറയുന്നത് വി ഡി സതീശൻ എന്നാണ്. ഇപ്പോഴും അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാകുന്നില്ല. അല്ല, അത് കൃത്യമാണല്ലോ. കാരണം ഈ പറയുന്നത് പോലെ രാഹുലിനെതിരെ ഒരു കുറ്റാരോപണം വന്ന സമയത്ത് തന്നെ ആ ഒരു നിമിഷം തന്നെ വി ഡി സതീശൻ നിലപാടെടുത്തു. ഇനി രാഹുൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കട്ടെ, സസ്പെൻഷനിലേക്ക് പോയി. ഇപ്പൊ രാഹുലിനെ പൂർണ്ണമായും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഒരു തുടക്കത്തിൽ എടുത്ത ഒരു നിലപാടാണ് ഇന്നും വി ഡി സതീശനെതിരെ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങിന് കാരണമാകുന്നത്. UDF സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം 2026 പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോഴും ഈ വി ഡി സതീശനെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ ആദ്യഘട്ടത്തിൽ ഈ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആൾക്കാർ, അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ചർച്ചയിൽ രോഹിത്തേട്ടൻ പറഞ്ഞതുപോലെ ഷാഫിയുടെ വീടിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കുറെ അധികം ലാപ്ടോപ്പുകൾ നിരത്തി വെച്ച് അതിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫീഡുകൾ അയച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സൈബർ ബുള്ളിയിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിലൊന്നും വസ്തുതയില്ല. നോക്കൂ, കൃത്യമായ ഒരു തീരുമാനം വി ഡി സതീശൻ എടുത്തു. അത് വളരെ സ്വാഗതാർഹമാണ്. വി ഡി സതീശനാണ് കോൺഗ്രസിനെ നയിക്കുന്നുണ്ടെങ്കിൽ, UDF നയിക്കുന്നുണ്ടെങ്കിൽ, രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടെങ്കിൽ, KC വേണുഗോപാൽ അവിടെ ഉണ്ടെങ്കിൽ, കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഇനി പാലക്കാട് മത്സരിക്കില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴ്വശത്ത് വന്ന കമന്റുകളാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തു, തെറ്റ് എന്തും ആയിക്കോട്ടെ, അപ്പോൾ തന്നെ നടപടിയെടുത്ത് മാറ്റി നിർത്താനുള്ള, അതും എന്താണ് വി ഡി സതീശൻ പറഞ്ഞത്, ബോധ്യത്തിന്റെ പുറത്താണ് ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്. പരാതികൾ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. അല്ല, ഈ ഒരു ബോധ്യത്തിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇത്രയും ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പരാതി ഇത്രയും വഷളാകുന്നത് വരെ കാത്തിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വി ഡി സതീശൻ കാണിച്ച ആർജവം എന്നേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് അതുകൊണ്ട് പല കാര്യങ്ങളും പാർട്ടിക്കകത്ത് നഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം എടുത്ത നിലപാടിനെ അത് സ്വാഗതാർഹം എന്നേ പറയുന്നുള്ളൂ. അതായത് നോക്കൂ, ഈ രാഹുൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചു, രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണം, പിന്നെയുണ്ട് ഒരുപാട്, സതീശനും ചെന്നിത്തലയും തോക്കട്ടെ, ഒരു ഗിരിജ, അതായത് നോക്കൂ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വന്ന് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സുധാ ബൈജു, പാലക്കാട് രാഹുൽ ജയിക്കണം, രാഹുൽ മത്സരിക്കണം, സ്വതന്ത്രനായി ഉറപ്പായും വിജയിക്കും. നമ്മൾ ഇന്നലത്തെ ഒരു കണ്ടന്റ് അതായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അല്ല, അതിനപ്പുറം മറ്റൊരു കമന്റ് ഉണ്ട്, സതീശനെ ആര് വോട്ട് ചെയ്യും, അതായത് വി ഡി സതീശൻ ആര് വോട്ട് ചെയ്യാനാണ്, ജനം രാഹുലിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ, സതീശനും ചെന്നിത്തലയെയും ഉണ്ണിത്താനെയും ആരും വിജയിപ്പിക്കരുത്. അതായത് അത്രത്തോളം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത്, അതായത് പറവൂരിൽ പോയി സതീശനെതിരായി മത്സരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സതീശനെതിരായി പറവൂരിൽ മത്സരിക്കണമെന്ന് ഒരു കൂട്ടം മെസ്സേജുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം കമന്റുകൾ നമ്മുടെ ഫേസ്ബുക്ക് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കൊടുത്തില്ല എങ്കിൽ ഒറ്റപ്പാലം മണ്ഡലം, ഷൊർണൂർ മണ്ഡലം CPM MLA ഉണ്ടായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് ചുണക്കുട്ടികളാണ് പറയുന്നത്. എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിനകത്ത് ചുണക്കുട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താ താഴേക്ക് വരുമ്പോൾ പറവൂരിൽ വന്ന് വി ഡി സതീശനെതിരായി മത്സരിക്കണം, പറവൂരിൽ വന്ന് മത്സരിക്കണം, രാഹുൽ സതീശനെ ഒരു പാഠം പഠിപ്പിക്കണം, സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇത്തരത്തിൽ, രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശനെ മണ്ഡലത്തിൽ മത്സരിച്ച് സ്വതന്ത്രമായി മത്സരിക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം, സതീശൻ, അതായത് ഇവരെല്ലാവരും തന്നെ വി ഡി സതീശൻ ബ്രിഗേഡിലുള്ളവരായിരുന്നു ഒരു ഘട്ടത്തിൽ. നിലമ്പൂർ ഇലക്ഷനായാലും കൈപിടിച്ച് ഉയർത്തുന്ന കാര്യത്തിലായാലും ഷാഫി പറമ്പിലിനെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തെയും ഒപ്പത്തിനൊപ്പം ചേർത്ത്. അതായത് ഒരു തെറ്റ് കണ്ടപ്പോൾ ശാസിച്ചു കാണും. തീർച്ചയായിട്ടും ശാസിക്കാത്ത വ്യക്തിയൊന്നുമല്ല വി ഡി സതീശൻ. അത് കഴിഞ്ഞതിന് ശേഷം
എന്താണ് ഒരു നടപടി എടുക്കേണ്ട ഘട്ടത്തിൽ നടപടി എടുത്തു. അന്നും പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു സൈബർ മീഡിയ ആക്രമണം, ഈ കേരളത്തിന്റെ പൊളിറ്റിക്കൽ നോളജ് വളരെ ഹൈ ആണെന്ന് പറയുമ്പോഴും റിവെഞ്ച് മെന്റാലിറ്റിയുടെ പുറത്ത് ഇന്നലെ രാഹുൽ രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. UDF-നെയും കോൺഗ്രസിനെയും പിണക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എങ്ങനെ ജയിച്ചു കയറാനാണ് എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചിലപ്പോൾ പാലക്കാട് ഒരു പ്രാവശ്യത്തേക്കെങ്കിലും അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത പാലക്കാട്, അങ്ങനെയാണ് അവിടുത്തെ മോബ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തോ സ്ത്രീകളുടെ ഇടയിലും പ്രായമായ അമ്മമാർക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം അത് ക്ഷമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ജനതയെ പാലക്കാട് കാണാൻ സാധിക്കുന്നു. അല്ല, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനേക്കാൾ കൂടുതൽ തെറ്റുകാരായി കണക്കാക്കുന്നത്, പൊതുജനം കണക്കാക്കുന്നത് തലപ്പത്തിരിക്കുന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന പല നേതാക്കന്മാരെയുമാണ്. അവരെല്ലാം അഹങ്കാരികളാണ്. അവരുടെ അഹങ്കാരം കൊണ്ടും രാഹുലിനോടുള്ള ഭയം കൊണ്ടുമാണ് രാഹുലിനെ മാറ്റി നിർത്തിയത് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ആളുകളുണ്ട്. അതായത് രാഹുലിന് കിട്ടേണ്ട മന്ത്രിസ്ഥാനം പോലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനോടുള്ള ഭയം കൊണ്ടാണ് പലരും രാഹുലിനെതിരെ ഇത്രയും നിലപാടുകൾ എടുത്തത്, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ പറയുന്ന പാലക്കാടുള്ള ഈ കമന്റ് ചെയ്യുന്നത് PR ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ PR ടീമുകളാണെങ്കിൽ ആലോചിക്കൂ, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധമാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR ചെയ്യുന്നവർക്കുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ഉയർത്താനുള്ളത്. പറവൂരിൽ വന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ പറയുന്നത് എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ബേസും ഇല്ലാതെ VD സതീശനെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരേക്ക് വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വം ഇങ്ങനെ കമന്റ് ബോക്സുകളിൽ വിളമ്പരുത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരട്ടെ. അത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട രസകരമായ ഒരു കമന്റാണ്. രാഹുൽ മാങ്കൂട്ടത്ത് എന്ന രാഷ്ട്രീയക്കാരനെ നമ്മൾ ഉപയോഗിക്കണം. അവന് കൃത്യമായി ആഴ്ചയിൽ എല്ലാ ദിവസവും 1 വെച്ച് 3 നേരം അടി കൊടുത്താൽ റെഡിയാകും. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു കമന്റാണ്. അടി കൊടുത്താൽ റെഡിയാവും. അവന് തല പൊക്കുമ്പോൾ ഇവന് ചെറിയൊരു അടി കൊടുക്കണം. ഫിസിക്കലിയാണ് ഉദ്ദേശിക്കുന്നത്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പക്ഷെ അഗ്നിശുദ്ധി വരുത്തി, അതായത് ഇത്തരത്തിലൊരു ഫയർ ബ്രാൻഡായ രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ തിരിച്ചു വരേണ്ടതുണ്ട്. അത് കേരളത്തിന് നഷ്ടപ്പെടും. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വിക്രിയകൾ അതൊന്നും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. പക്ഷെ VD സതീശൻ എടുത്ത നിലപാടിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് VD സതീശനെതിരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്തുകൊണ്ടാണ് ഈ നറേറ്റീവ് VD സതീശനിലേക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞവരിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. VD സതീശൻ തള്ളി പറയുക എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ പാർട്ടിയെ നാണക്കേടിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഞാനൊരു കാര്യത്തിൽ തെറ്റ് ചെയ്തു, എന്നെ സംരക്ഷിക്കാൻ പറ്റുന്നതിനൊക്കെ സംരക്ഷിച്ചു. ആദ്യം ഇവിടുത്തെ ചീഫ് എഡിറ്റർ രോഹിത് പറയുന്നു തിരുത്തണം, ഇങ്ങനെ പോകണം. ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പുറത്താക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ലല്ലോ. അത് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ VD സതീശനെതിരെയുള്ള സൈബർ ആക്രമണം അവസാനിപ്പിക്കണം. അത് വീണ്ടും ഒരു തലം കൂടി കടന്ന് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. രണ്ടാമത്തെ കാര്യം, VD സതീശനെതിരെ ഒന്നും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഇവിടെ ആരും കരുതേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടം ഇത് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനുകൾ ഇതെല്ലാം തന്നെ പറവൂരിൽ മത്സരിപ്പിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള പ്രചരണങ്ങൾ അടിച്ചുവിടുന്നുണ്ട്. കമന്റ് ബോക്സുകൾ നിറയുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ VD സതീശനെതിരായ ഒരു നറേറ്റീവിലേക്ക് ഇത് കൊണ്ടുവന്ന് വേറെ ഒരു നേതാക്കൾക്കെതിരെയില്ല. ഈ നറേറ്റീവ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ, അതായത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തെ കാണാനില്ല. ഒരു ദിവസം അവസാനമായി ഹെൽമെറ്റ് ഇല്ലാതെ ഏതോ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരുമ്പോൾ പോലീസ് അകമ്പടിയോട് പിന്നെ ഇടയ്ക്ക് വെച്ച് മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു, ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിൽ കേസിൽ ഉന്നതി കിട്ടാൻ ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിനെ അല്ലാതെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി രാഹുൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് റെസ്റ്റിലാണെന്ന് പറയേണ്ടി വരും.